നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി വെറും കടലാസ് കമ്പനിയാണെന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം. ഇത് വിവാദങ്ങൾക്ക് പുതിയ തലം നൽകും. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടി അവ്യക്തമാണ്. വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കരിമണൽ കമ്പനിയിൽ 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയ്ക്ക് മൗനമാണ് ഇപ്പോഴുമുള്ളത്. കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ CMRL നിന്നും വ്യക്തിപരമായി കൈപ്പറ്റിയ 55 ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയാണ്. ഇതെല്ലാം ചർച്ചകളിൽ ഇപ്പോഴും സജീവമാണ്. ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും വരുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുമുണ്ട്. സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കും. എക്സാലോജിക് CMRL വിവാദ ഇടപാടിൽ എറണാകുളം RCO റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും CPIM പ്രതിരോധത്തിലാകും എന്നത് ഉറപ്പാണ്. എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളിലും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതുമാണ്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം. KSIDCയുടെ കണക്കുകൾ, പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം RCO റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞതുമാണ്. പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നു. ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകും എന്നത് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി നിക്ഷേപിക്കുന്നുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനെന്നാണ് വെപ്പ്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണിത്. കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുമുണ്ട്. അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നാണ് വസ്തുത. CMRLുമായി കരാറിൽ എക്സാലോജിക് വാങ്ങിയ 1.72 കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി 55 ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി. ഇതെന്തിനു കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നോ വീണ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും സത്യമാണ്. ഒഴിഞ്ഞുമാറൽ തന്ത്രം നടക്കില്ല എന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും RCO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നുമാണ് എക്സാലോജിക് RCOക്ക് കൊടുത്ത മറുപടി. എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകുവാനുള്ള കരാറൊന്നും CMRLുമായി ഉണ്ടായിട്ടില്ല. ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുമുള്ളതുമാണ്. ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത്. എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും RCO റിപ്പോർട്ടിലുണ്ട്. വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ല എന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം. എന്നാൽ അപ്പോഴും എക്സാലോജിക് ഏതു സേവനം ഏതളവ് വരെ നൽകി, വീണ എന്തു സേവനം ഏകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ കഴിയാത്ത പല ചോദ്യങ്ങളാണ്. കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തവുമാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRLിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്നത് ചൂണ്ടിക്കാട്ടി CMRL എക്സാലോജിക്കിന്റെ താൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട്. വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ ഏജൻസി റിപ്പോർട്ട്. നേരത്തെയും അത് അങ്ങനെ തന്നെയായിരുന്നു. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളും വിവരങ്ങളും തന്നാൽ മറുപടി നൽകാം എന്നാണ് പറയുന്നത്. CMRLിൽ നിന്നും 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ബാംഗ്ലൂരു RCO കണ്ടെത്തൽ. എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനാലാണ് RCO സംശയം ഉന്നയിച്ചത്. ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാംഗ്ലൂരു RCOയുടെ ചോദ്യം. എന്നാൽ RCOയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലായിരുന്നു എന്നാണ് വീണയുടെ മറുപടി. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ല, നൽകുന്ന മറുപടിക്ക് വ്യക്തതയില്ല. ഇനി വ്യക്തത വരാനുള്ള ഒരേ ഒരു ചോദ്യം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്.